എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക എങ്ങനെയാണ് ഓവനില്ലാണ്ട് പാനിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓവനിൽ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് പാനിൽ ചെയ്യുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ ആയാലും നമ്മൾ ഈ സെയിം മസാല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതായത് നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇടാവുന്നതാണ് ഉപ്പ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. അപ്പം നാരങ്ങ നീരില്ലാന്ന് വെച്ചാൽ നമുക്ക് സുറുക്കയായാലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 1.5 നാരങ്ങയുടെ നീരാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ഈ ചാട്ട് മസാല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടുക. അപ്പോൾ ചാട്ട് മസാല ഇങ്ങനെയുള്ള ഗ്രിൽഡ് ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ അതൊരു 1.5 ടീസ്പൂൺ ചാട്ട് മസാല ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലുള്ള ഗ്രിൽഡ് ഐറ്റംസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നീട് നമ്മൾ ഇതിലേക്ക് അല്പം ഫുഡ് കളറാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഈ തന്തൂരി അല്ലെങ്കിൽ ചിക്കൻ ടിക്കയുടെ ഒക്കെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കളറൊന്ന് ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല തൈര് ഒഴിക്കുക. നല്ല കട്ട തൈരായിരിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒട്ടും വെള്ളവും അധികം പുളിയും ഇല്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തൈരിന് വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളതൊരു അരിപ്പയുടെ അകത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിലോ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഓയിൽ ഒത്തിരി ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ള ചിക്കനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ജീരകം നമ്മളിതിലേക്ക് ആഡ് ചെയ്തത് ഇതുപോലുള്ള തന്തൂരി ഗ്രിൽഡ് അൽഫാം ഇതിനൊക്കെ നല്ല ജീരകം നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് ഇടുക. കവർ ചെയ്ത് വെച്ച് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു സ്മോക്കി എഫക്റ്റ്, ഗ്രിൽഡ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്മോക്ക് വരും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് ആ ചിക്കൻ്റെ പീസസിലെല്ലാം ആ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടി കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ ടിക്ക അവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓവനില്ലാതെയും പാനിൽ വെച്ചിട്ടും സൂപ്പറായിട്ട് ചിക്കൻ ടിക്ക റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.